കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസിനെ പ്രതിയായ ഓടനാവട്ടം സ്വദേശി ശ്രീനിലയത്തിൽ ജി സന്ദീപ് കൊലപ്പെടുത്തിയത്. ചികിത്സ തേടിയെത്തിയ രോഗി ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇന്ന് പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. മെയ് 10-ന് നടന്ന സംഭവത്തിൽ മെയ് 12-ന് പ്രത്യേക സംഘം കേസ് ഏറ്റെടുത്തു. ആഗസ്റ്റ് 1-നാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അയൽവാസിയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയ്ക്കായി പോലീസുകാർ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു കേസിലെ പ്രതിയായ സന്ദീപിനെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പിന്നാലെ സന്ദീപ് പ്രകോപിതനാവുകയും ആശുപത്രിയിലെത്തിച്ച അയൽവാസിയെ ആദ്യം ആക്രമിക്കുകയും ചെയ്തു. പിന്നാലെയാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരെയും ഡോക്ടർ വന്ദനയെയും സന്ദീപ് ആക്രമിക്കുന്നത്. മേശപ്പുറത്തുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ചാണ് വന്ദനയെ സന്ദീപ് ആക്രമിച്ചത്. കഴുത്തിലും മുതുകിലുമടക്കം വന്ദനയ്ക്ക് 6ഓളം കുത്തുകളേറ്റു. വന്ദനയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പോലീസും സഹപ്രവർത്തകരും ഏറെ പണിപ്പെട്ടാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. നില ഗുരുതരമായിരുന്ന വന്ദനയെ ഉടൻ തന്നെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഇത് കളവാണെന്ന് തെളിയിക്കുന്ന സാഹചര്യ തെളിവുകൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വാദമായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ നടത്തിയത്. ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഒരു ഡോക്ടർ കൊല്ലപ്പെടുക എന്നത് ആരോഗ്യവകുപ്പിനെ തന്നെ പിടിച്ചുലച്ച സംഭവമായിരുന്നു. ഡോക്ടർമാർക്ക് ഡ്യൂട്ടി സമയത്ത് കൂടുതൽ സുരക്ഷയൊരുക്കണമെന്നതിൻ്റെ ആവശ്യകതയിലേക്ക് സംഭവം വിരൽ ചൂണ്ടി. അതുകൊണ്ട് തന്നെ കേരളം ഏറെ ചർച്ച ചെയ്ത കേസിലെ വിധി നിർണയവും ശ്രദ്ധാവിഷയമായി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.